അൽതാഫ് സലീമും അനാർക്കലി മരക്കാരും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ സിനിമയാണ് ഇന്നസെന്റ്. അസഹനീയമായ കോമഡിയായിരുന്നു സിനിമയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സിനിമ തിയേറ്ററിൽ പരാജയപ്പെടുകയും ചെയ്തു. ആ സിനിമയുടെ ഒരു കാൻമാക്സ് അനാലിസിസ് ആണ് ഈ വീഡിയോ. പല സോഷ്യൽ മീഡിയ താരങ്ങളെയും കുത്തി നിറച്ചുകൊണ്ടാണ് സിനിമ തയ്യാറാക്കിയത്. ഫുഡ് വ്ളോഗേഴ്സ് ഉണ്ട്, ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്, മലയാളികൾ സ്റ്റാറാക്കി മാറ്റിയ ആഫ്രിക്കൻ വ്ളോഗർ വരെ ഉണ്ട്. പക്ഷേ വിശ്വസനീയമായ ഒരു കഥയോ ചിരിക്കാൻ വേണ്ടിയുള്ള രംഗങ്ങളോ സിനിമയിലില്ല. 2024 അല്ലു അർജുന്റെ പുഷ്പ 2 ദ റൂൾ റിലീസ് ആവുന്നത്. ആ സിനിമയിൽ അല്ലു അർജുൻ ഏറെ ട്രോൾ നേടിയൊരു സംഭവമായിരുന്നു ഈ ഒരു സ്ത്രീവേഷം. സിനിമയുടെ ആദ്യത്തിൽ തന്നെ ജോമോനെ കാണിക്കുമ്പോൾ പുഷ്പയിലെ ആ ഒരു വേഷത്തിലാണ് ജോമോൻ വരുന്നത്. പാൻ ഇന്ത്യ ലെവലിൽ വൈറലായ ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് ഷിബുദിനം. ആ ഒരു ഡയലോഗിനെ ഓർമ്മിപ്പിക്കും വിധമുള്ള ഡയലോഗ് ഈ സിനിമയിൽ അൽത്താഫും പറയുന്നുണ്ട്. രതീഷിനെടുക്കാനുള്ള മനക്കട്ടി എനിക്ക് തരണേ. ഫോർഗോട്ടൻ മലയാളം മൂവീസ് വഴി വീണ്ടും തിരിച്ചു വന്നൊരു സ്റ്റാർ ആണ് റിയാസ് ഖാൻ. അദ്ദേഹത്തിന്റെ ചില പ്രത്യേക ഡയലോഗുകൾക്ക് ഏറെ ഫാൻസ് ഉണ്ട് താനും. അങ്ങനെ വൈറലായ മറ്റൊരു ഡയലോഗാണ് 2004 പുറത്തിറങ്ങിയ ജലോത്സവം സിനിമയിലെ ഈ ഒരു ഡയലോഗ്. എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാരും അടിച്ചു കയറി വാ. ഈ ഒരു ഡയലോഗും ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അസീസ് ആയിരുന്നു ആ ഡയലോഗ് പറഞ്ഞത്. മലയാളത്തിലെ ഫേമസ് ആയ ഒരു സിനിമാ പ്രവർത്തകനാണ് ശാന്തിവിള ദിനേശ്. രഘുനാഥ് പാലേരി എഴുതിയ ബംഗ്ലാവിൽ ഔദ എന്ന ലാൽ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം വർക്ക് ചെയ്ത പല സിനിമകളിലും ജൂനിയർ ആർട്ടിസ്റ്റായി അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. 1989 ദേവൻ നായകനായി അഭിനയിച്ച ജീവിതം ഒരു രാഗം എന്ന സിനിമയിൽ ശാന്തിവിള ദിനേശിനെ നമുക്ക് കാണാം. എന്താ ചോദിച്ചേ? ചിത്ര എസ്റ്റേറ്റിലേക്കുള്ള വഴി എനിക്കറിയില്ലോ. പട്ടിക്കഴിവരുടെ മോനെ, എനിക്കറിയാമോ. നിങ്ങളോട് ആരാ പറഞ്ഞേ? നിന്റെ തന്ത. ആരും പറഞ്ഞതല്ല. സ്വയംവരപ്പന്തൽ സിനിമയിൽ ഇന്നസെന്റ് വെള്ളത്തിൽ വീഴുമ്പോൾ രക്ഷിക്കുന്ന ഒരാളായിട്ടും ശാന്തിവിള ദിനേശ് ഉണ്ട്. അതിലെല്ലാം ഉപരി യൂട്യൂബിലൂടെ ഒരുപാട് വിവാദ പരാമർശങ്ങളിലൂടെയാണ് അദ്ദേഹം ഫേമസ് ആകുന്നത്. അങ്ങനെ അദ്ദേഹം പണ്ട് ഷൈൻ നിഗത്തെ കുറിച്ച് പറഞ്ഞൊരു ഡയലോഗ് ആയിരുന്നു ഇത്. നിങ്ങൾ അവന്റെ കഥകൾ കേൾക്കണം. അഴുക്കച്ചെറുക്കൻ, തന്തേക്കാൾ മോശം. അങ്ങനെ വൈറലായ ആ ഒരു ഡയലോഗിന്റെ മറ്റൊരു രീതി ഈ സിനിമയിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഡയലോഗ് തന്നെ ശാന്തിവിള ദിനേശ് അഭിനയിച്ച് പുറത്തിറങ്ങുന്ന ഒരു സിനിമയിൽ വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്നസെന്റ് സിനിമയുടെ ട്രെയിലർ അടക്കം ഉപയോഗിച്ചൊരു ഡയലോഗ് ആയിരുന്നു ഈ ഒരു ഡയലോഗ്. ഞാൻ എന്റെ സർക്കാർ ടാഗ് ഇട്ട് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചേനെ. 1994 രഘുനാഥ് പാലേരി എഴുതി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ പിൻഗാമി റിലീസാകുന്നത്. മിസ്റ്റർ ഇൻസ്പെക്ടർ, ഞാൻ യൂണിഫോമിലായിരുന്നു വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നേനെ. മൈൻഡ് ഇറ്റ്. അതിൽ ഈ ഒരു ഡയലോഗിനെ കുറിച്ചാണ് പറയുന്നതെന്ന് സിനിമയിൽ തന്നെ വീണ്ടും പറയുന്നുമുണ്ട്. തിരുവനന്തപുരം വെള്ളറ വില്ലേജ് ഓഫീസ് പെട്രോൾ ഒഴിച്ച് തീവച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളറ സ്വദേശി സാംകുട്ടിയാണ് പിടിയിലായത്. കേരളത്തിൽ ഫേമസ് ആയ ഒരു സംഭവമായിരുന്നു ഈ ഒരു വില്ലേജ് ഓഫീസ് കത്തിക്കൽ സംഭവം. ഈ യഥാർത്ഥ വാർത്താ വീഡിയോസ് ആണ് സിനിമയിലും ഉപയോഗിച്ചത്. സ്ഫോടനമുണ്ടായിരിക്കുന്നു. 7 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. വില്ലേജ് അസിസ്റ്റന്റ് വേണുഗോപാലിന്റെ പരിക്ക് ഗുരുതരമാണെന്നും വിവരങ്ങളുണ്ട്. വിശദാംശങ്ങളുമായി PR പ്രവീണ ചേരുന്നു. അവിടെ നിന്നും പ്രവീണ, എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? നീ ഇത് കണ്ടോ? വെള്ളാറട ഗ്രാമപഞ്ചായത്തിൽ തന്റെ കാര്യസാധ്യതത്തിന് വേണ്ടിയിട്ട് 100 തവണ കയറി ഇറങ്ങിയ യുവാവസ്ഥ ഒന്നും നടക്കാത്തപ്പോൾ ആ ഓഫീസ് കത്തിച്ചു. സിനിമയിൽ ഒരു പോലീസുകാരനായിട്ടാണ് വിനീത് തട്ടിൽ ഡേവിഡ് എന്ന നടൻ അഭിനയിക്കുന്നത്. മോഹൻലാലിന്റെ ഫേമസ് ആയ മണിച്ചിത്രത്താഴിലെ ആ ഡയലോഗ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചത്. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും, മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. വിജയ് സേതുപതിയും മാധവനും അഭിനയിച്ച് പുറത്തിറങ്ങിയ ഹിറ്റായ സിനിമയായിരുന്നു വിക്രം വേദ. ആ സിനിമയിലെ ഫേമസ് ആയ ഒരു ഡയലോഗ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാനൊരു കഥ സൊല്ലട്ടുമാ? സിനിമയിൽ ഏറ്റവും അസഹനീയമായി തോന്നിയൊരു റെഫറൻസ് ആയിരുന്നു മമ്മൂട്ടിയുടെ റെഫറൻസ്. നരസിംഹം സിനിമയിലെ മമ്മൂട്ടിയുടെ ഫേമസ് ആയ ഈ ഒരു ഡയലോഗ് ഒരു ബംഗാളി കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. ഗ്രഹണം ബാധിച്ചാലും അതിന്റെ ഒരു സമയം. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്ത് വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ
ഒരിടത്തത് പുറത്തു വരും മിസ്റ്റർ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ്. അതുപോലെ തന്നെ സത്യവും മൂടി വെക്കാം, വളർച്ചയൊടിക്കാം. പക്ഷേ ഒരു നാളും ഒരു ഇരുട്ട് അത് പുറത്തു വരും. മിസ്റ്റർ സർക്കുലർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഗുണ്ട് എന്ന ചാനലിലൂടെ ഫേമസ് ആയ ഒരു നടനാണ് ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഇപ്പോൾ റിലീസാകുന്ന പല സിനിമകളിലും കാണുന്ന ഒന്നാണ് ഇതുപോലെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലെ പല റെഫറൻസുകളും. നടന്മാർ അവരുടെ പഴയ കാലത്തെ ചില സിനിമാ രംഗങ്ങളെക്കുറിച്ചോ പഴയ കാലത്തെ മാസ് രംഗങ്ങളെ ഓർമ്മിപ്പിക്കാനോ വേണ്ടിയോ വീണ്ടും ഈ സിനിമകളിൽ ഇത്തരത്തിൽ പറയുന്നതാണ്. സിനിമയിൽ ഈ റെഫറൻസുകളുടെ എണ്ണം കൂടുമ്പോൾ സിനിമ ഒരു സ്പൂഫ് സിനിമ പോലെയാകും. മോഹൻലാലിന്റെ ആറാട്ട്, മമ്മൂട്ടിയുടെ ഷൈലോക്ക് പോലെയുള്ള സിനിമകൾ ഇത്തരത്തിൽ റെഫറൻസുകളുടെ എണ്ണം കൂടി അതിൽ സ്പൂഫ് സിനിമ പോലെയായി മാറുകയും ചെയ്തിരുന്നു. തുടരും പോലെയുള്ള സിനിമകളിൽ സോഷ്യൽ മീഡിയ റെഫറൻസുകൾ ധാരാളമുണ്ട്. എന്നാൽ അത് കറക്റ്റായി കൺട്രോൾ ചെയ്ത് മാത്രമാണ് ഉപയോഗിച്ചത്. ആ സിനിമയുടെ കഥ സീരിയസ് ആയ സിറ്റുവേഷനിലേക്ക് മാറുമ്പോൾ പിന്നീട് അത്തരത്തിലുള്ള റെഫറൻസുകളൊന്നും തന്നെ കാണാൻ കഴിയില്ല. റെഫറൻസുകൾ തുടരുമെന്ന പേരിൽ ആ സിനിമയെക്കുറിച്ച് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. എന്താണ് ഇത്തരത്തിൽ സിനിമകളിൽ കൂടുതൽ റെഫറൻസുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുമല്ലോ. അതിനുശേഷം വിജയുടെ ഫേമസ് ആയ ഈ ഒരു ഐക്കോണിക് രംഗം സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ിൽ അറ്റ്ലി സംവിധാനം ചെയ്ത വിജയ് ചിത്രമായ മെർസെല്ലായിരുന്നു ആ രംഗം നമ്മൾ കണ്ടത്. സിനിമയുടെ OTT വേർഷനിൽ തിയേറ്ററിൽ ഉണ്ടായിരുന്ന പല സംഭവങ്ങളും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അസീസ് റീൽസ് ഉണ്ടാക്കുമ്പോൾ ഡയലോഗ് ഇല്ലാതെയാണ് OTTയിൽ കാണിക്കുന്നത്. മലയാളികൾക്കെല്ലാം അറിയാവുന്ന മമ്മൂട്ടിയുടെ വടക്കൻ വീരഗാഥയിൽ ആ ഡയലോഗാണ് അവിടെ പറയുന്നത്. ചതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ആവശ്യത്തിലേറെ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ കയ്യിലാണ് വടക്കൻ വീരഗാഥയുടെ റൈറ്റ്സ് ഉള്ളത്. അവരെ പേടിച്ചുകൊണ്ടായിരിക്കാം ഡയലോഗ് കട്ടാക്കിയത്. ഡാപ്സിയുടെ നടുപ്പേജ് കീറി എന്ന ഗാനം സിനിമയിൽ ഉപയോഗിച്ചതായി പലരും പറഞ്ഞതായി കണ്ടു. പക്ഷേ OTT വേർഷനിൽ അതും ഉണ്ടായിരുന്നില്ല. മോശം ഫുഡ് വിൽക്കുന്ന റെസ്റ്റോറന്റുകൾക്കെതിരെയും KSRTC ബസ് സ്റ്റാൻഡിലെ വൃത്തിയില്ലാത്ത ടോയ്ലറ്റുകൾക്കെതിരെയും പോരാടുന്ന യുവാവിന്റെ കഥയാണ് സിനിമ പറയുന്നത്. തെറ്റൊന്നും ചെയ്യാതെ തന്നെ സോഷ്യൽ മീഡിയ വഴി അവഹേളിക്കപ്പെടുന്ന വ്യക്തികളെക്കുറിച്ചും സിനിമ പറയുന്നുണ്ട്. കോമഡിക്കായി മാത്രം കോമഡി പറയുന്ന പല കഥാപാത്രങ്ങളെയുമാണ് സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുക. വിനോദ് പറയുന്നത് ശരിയാ, സിസ്റ്റം ശരിയല്ല. സിനിമയിൽ പലയിടത്തായി സിസ്റ്റം ശരിയില്ല എന്ന് മാത്രം പറയുമ്പോൾ ഇതിനൊരു പ്രൊപ്പഗണ്ട സിനിമയായിട്ടാണ് പലരും കണ്ടത്. രസകരമായ ഒരു തിരക്കഥയില്ലാതെ ഒരുപാട് സോഷ്യൽ മീഡിയ സ്റ്റാറുകളെ കൊണ്ടുവന്നും ഒരുപാട് റെഫറൻസുകൾ കൊണ്ടുവന്നുകൊണ്ട് മാത്രം ഒരു സിനിമ ജയിക്കാൻ പോകുന്നില്ല. ഡയലോഗിലൂടെ മാത്രമുള്ള കോമഡികൾ പലതും വർക്കൗട്ട് ആയതുമില്ല. ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുമല്ലോ. സിനിമയിലെ മറ്റു റെഫറൻസുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവയും കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.